Hello aspirants, welcome to Vishwam Academy. അപ്പോൾ നമ്മൾ ആഫ്സ്പയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു, ക്ലാസ്സസ് ആയിരുന്നു, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ലാസ്റ്റ് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ഫോൾസ് കേസസും കമ്മിറ്റിയും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൾസ് കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആർമി ഓർ പാരാമിലിറ്ററി ഫോഴ്സസ് ആൻഡ് ചീഫ് ഓർഗൻ in maintaining the peace and internal security in the disturbed areas argued not to remove AFSPA from those regions as it will affect their independent function. അപ്പോൾ ആർമിയും പാരാമിലിറ്ററി ഫോഴ്സസും ചീഫ് ഓർഗനും ആ റീജിയണിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആ റീജിയണിൽ പീസും ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്സ്പ റിമൂവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ, അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനെ അഫക്റ്റ് ആവും എന്ന രീതിയിലാണ് അത് പറഞ്ഞത്. സെക്കൻഡ് വൺ ഈസ് സെക്ഷൻ 6 കാൻ ബി abruptly removed as it may induce the insurgents to provoke the common fights, false cases on a paramilitary forces. അപ്പോൾ ഈ പാരാമിലിറ്ററി ഫോഴ്സസിൽ അവരുടെ ഇടയിൽ ഈ ഫോൾസ് കേസസ് ബേസ് ചെയ്ത് കോമൺ ഫൈറ്റിനെ പ്രൊവോക്ക് ചെയ്യും. ഈ സെക്ഷൻ 6 പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമൺ ഫൈറ്റിനെ പ്രൊവോക്ക് ചെയ്യും എന്ന രീതിയിൽ അത് റിമൂവ് ചെയ്യേണ്ടായി. സെക്ഷൻ 6 കാൻ ബി അബ്രപ്റ്റ്ലി റിമൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി Supreme Court order in 1988 cases, that is Nagas People Movement versus Union of India 1988. Supreme Court of India in the 1988 cases committed 4 suggestions. ആ സജഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻട്രൽ ഗവൺമെൻറ് മസ്റ്റ് ഡിക്ലെയർ ആൻ ഏരിയ ആസ് എ ഡിസ്റ്റർബ്ഡ് ഏരിയ ഓൺലി ആഫ്റ്റർ കൺസിഡറേഷൻ വിത്ത് ദ കൺസേൺ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റിനെ ആലോചിച്ച ശേഷം മാത്രമേ ആ സ്റ്റേറ്റ് ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, നോ ആർബിട്രറി പവർ on center to declare an area as disturbed area and center must state proper reason for its declaration. അപ്പോൾ ഒരു അനിയന്ത്രിതമായ ഒരു ശക്തി സെൻറ്ററിന് ഇല്ല. ആർബിട്രറി പവർ മീൻസ് അനിയന്ത്രിതമായ ശക്തി. സോ അങ്ങനെ ഒരു പർട്ടിക്കുലർ പവർ സെൻറ്ററിന് ഇല്ല ഒരു ഏരിയ ഡിസ്റ്റർബ്ഡ് ഏരിയ ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോപ്പർ റീസൺ അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ ഈസ് ദ ആംഡ് ഫോഴ്സസ്. അതിന് മുന്നേ തേർഡ് പോയിന്റ് ഈസ് സുപ്രീം കോർട്ട് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ദർ മസ്റ്റ് ബി എ പീരിയോഡിക് റിവ്യൂ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആഫ്സ്പ ഫോർ പീരിയഡ് ഓഫ് എവറി 6 months. അപ്പോൾ ഓരോ 6 months കൂടുമ്പോഴും ആ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആഫ്സ്പ റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം എന്ന് സുപ്രീം കോർട്ട് സ്റ്റേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ദ ആംഡ് ഫോഴ്സസ് ഹു ആർ എൻജോയിങ് ദ പവർ അണ്ടർ ദിസ് ആക്ട് മസ്റ്റ് മിനിമൈസ്. അപ്പോൾ ഈ ആക്ടിന് താഴെയുള്ള ആംഡ് ഫോഴ്സസ് അവരുടെ പവർ എൻജോയ് ചെയ്യണത് മിനിമൈസ് ചെയ്യണം, കുറയ്ക്കണം. ദ ഫോഴ്സ് ഓൺ ദ കോമൺ സിവിലിയൻസ്, ഏതിനും കോമൺ സിവിലിയൻസിൻ്റെ മേലെ അല്ലെങ്കിൽ ജനങ്ങളുടെ മേലെയുള്ള അവരുടെ ഫോഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പവർ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അത് മിനിമൈസ് ചെയ്യണം. അതുപോലെ അവർ ദേ മസ്റ്റ് ഫോളോ SOPs. SOPs മീൻസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. ഈ നെക്സ്റ്റ് കമ്മിറ്റീസ് BP ജീവൻ റെഡ്ഡി അത് കൊണ്ടുവന്നത്, അത് ഫോഴ്സിൽ വന്ന് 2005 ജീവൻ റെഡ്ഡി കമ്മിറ്റി constituted in 2005 by Government of India after the death of മനോരമ ദേവി. മനോരമ ദേവിയുടെ ഡെത്തിനെ കുറിച്ച് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്യുക, അത് നോക്കിയാൽ മതി. ജീവൻ റെഡ്ഡി കമ്മിറ്റി വന്നത് 2005 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നതായിരുന്നു. മനോരമ ദേവി അവരുടെ മരണത്തിന് ശേഷമായിരുന്നു കൊണ്ടുവന്നത്. ആസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് AFSPA has led to the violation of human rights and it argued for repealing AFSPA. അപ്പോൾ അവർ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് AFSPA റിപ്പീൽ ചെയ്യണമെന്ന് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. And he further stated that the provisions of AFSPA must be added to Unlawful Activities Prevention Act 1967 by amending it. അപ്പോൾ 1967 അത് അമെൻഡ് ചെയ്തത്.
അദ്ദേഹം പറഞ്ഞു ഈ പ്രൊവിഷൻസ് ഓഫ് ആസ്വയുടെ വ്യവസ്ഥ അൺലോഫുൾ ആക്ടിവിറ്റി ആയിട്ട് ആഡ് ചെയ്യണം, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെയാണ് അത് 1967 അമെൻഡ് ചെയ്യപ്പെട്ടത്. സെക്കൻഡ് വൺ ഈസ് സെക്കൻഡ് ARC അഡ്മിനിസ്ട്രേഷൻ റിഫോം കമ്മിറ്റി. Public order consists largely of internal security. It endorsed the same suggestion given by ജീവൻ റെഡ്ഡി കമ്മിറ്റി. അപ്പോൾ ജീവൻ റെഡ്ഡി കമ്മിറ്റിയിലുള്ള സജഷൻസ് തന്നെയാണ് അവരും അക്സെപ്റ്റ് ചെയ്തത്. അവർ ഇന്റേണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി. അപ്പോൾ അവിടെ ഇന്റേണൽ സെക്യൂരിറ്റി അധികമാണ്. അങ്ങനെയായിരുന്നു അതിൻ്റെ പബ്ലിക് ഓർഡർ ഉണ്ടായിരുന്നത്. തേർഡ് വൺ ഈസ് സന്തോഷ് ഹെഡ്ജ് കമ്മിറ്റി 2013. Constituted by the Supreme Court of India has suggested that there must be a periodic review of AFSPA every 6 months once, and it stated that there is no improvement in law and order situation in the region of AFSPA was imposed, and further asked Government of India to take decision within the period of 3 months over the issue of the prosecutions of human rights. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രോസിക്യൂഷൻ അതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 3 മാസത്തിനുള്ളിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു. അതായത് ഈ ആഫ്സ്പയുടെ റിവ്യൂ എവറി 6 months ഉണ്ടാവണം. ആൻഡ് മോർ ഓവർ അവിടെ ലോ ആൻഡ് ഓർഡറിൻ്റെ സിറ്റുവേഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു 3 മാസത്തിനുള്ളിൽ ഈ പ്രോസിക്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സന്തോഷ് ഹെഡ്ജ് കമ്മിറ്റി. സോ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. നെക്സ്റ്റ്, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി 2013. Constituted by Government of India has come out with the suggestion of prosecuting of armed forces persons accused of sexual violence in a common criminal procedure code rather than martial courts. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇൻ 2013. ഇത് കൊണ്ടുവരാനുള്ള കാരണം has come out with the suggestion of prosecuting of armed forces persons. അപ്പോൾ ഈ ആർമഡ് ഫോഴ്സസ് പേഴ്സൺസ് സെക്ഷൽ വയലൻസ് ഇഷ്യൂവിൽ കോമൺ ക്രിമിനൽ പ്രൊസീജിയർ കോർട്ടിലാണ് അക്യൂസ്ഡ് ചെയ്യപ്പെട്ടത് റാദർ ദാൻ മാർഷ്യൽ കോർട്ട്സ്. സോ അതാണ് ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം അവരുടെ സജഷൻ ആയിരുന്നു ഈ കോമൺ ക്രിമിനൽ പ്രൊസീജിയർ കോർട്ടിൽ അക്യൂസ്ഡ് ചെയ്യാൻ റാദർ ദാൻ ദ മാർഷ്യൽ കോർട്ട്സ്. സോ വൺസ് അഗൈൻ വായിക്കാം. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, that is one point, has come out with the suggestion. A suggestion എന്താണ്? Of prosecuting of armed force persons accused of sexual violence. സെക്ഷൽ വയലൻസ് അക്യൂസ് ചെയ്ത ആർമഡ് ഫോഴ്സ് പേഴ്സൺസ് അവർ പ്രോസിക്യൂഷൻ ചെയ്യുന്നത് കോമൺ ക്രിമിനൽ പ്രൊസീജിയർ കോർട്ടിലായിരിക്കണം റാദർ ദാൻ മാർഷ്യൽ കോർട്ട്സ്. നെക്സ്റ്റ് ഈസ് ഐറോൺ ഷർമിള. ഫോംഡ് എ പാർട്ടി പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ്. അവരാണ് ഈ പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്നുള്ള ഒരു പാർട്ടി ഫോം ചെയ്തത്. അവരെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിരുന്നു. ലോങ്സ്റ്റ് ഫാസ്റ്റിംഗ് ഇരുന്ന വുമൺ ആയിരുന്നു ഐറോൺ ഷർമിള. ഇത്രയാണ് ആഫ്സ്പൈ. ഇന്നർ ലൈൻ പെർമിറ്റ് എന്നുള്ളത് നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കമ്മിറ്റീസ് ആൻഡ് ഫോൾസ് കേസസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓൾ ദി ബെസ്റ്റ്.